ശുചിത്വ നഗരം, സുന്ദര നഗരം, ഗ്രീൻ സിറ്റി, ക്ലീൻ സിറ്റി, ഇതെല്ലാം വായിക്കുമ്പോൾ ഒരുപാട് ഉച്ചത്തിൽ നമ്മുടെ കേരളത്തിലെ ആരോഗ്യമന്ത്രിയാവട്ടെ, നമ്മുടെ പരിസ്ഥിതി സംരക്ഷകരാകട്ടെ, എല്ലാവരും തന്നെ പറയുന്ന ഒന്നാണ് കേരളം ശുചിത്വ നഗരം, സുന്ദര നഗരം, ക്ലീൻ സിറ്റി, ഗ്രീൻ സിറ്റി എന്നൊക്കെയാണ്. നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ മുൻവശത്തിൽ, അതായത് സെക്രട്ടേറിയറ്റിൻ്റെ സൈഡിൽ ഈ പ്രകടനങ്ങളൊക്കെ ഒരുപാട് നടക്കുന്ന ഒരു സ്ഥലമാണ്. മാത്രമല്ല വഴിയാത്രക്കാരും ഒരുപാട് പേര് കടന്നു പോകുന്ന വഴി കൂടിയാണിത്. പ്രകടനങ്ങളൊക്കെ കഴിഞ്ഞ് ഉപേക്ഷിച്ചിരിക്കുന്ന കുപ്പികളാണ് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത്. അത്രയും ഉപേക്ഷിച്ച് പോയിരിക്കുന്ന കുപ്പികൾ, കവറുകൾ, അങ്ങനെ വേണ്ട എല്ലാം ഇത് കിടക്കുന്നത് പൊതുവഴിയിലാണ് എന്നുള്ളത് ആലോചിക്കണം. പ്രകടനങ്ങൾക്ക് വരുന്നവർ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണ്ടേ? ഇതൊന്നും ഇവിടുത്തെ പോലീസുകാരോ അല്ലെങ്കിൽ മറ്റുള്ളവരൊന്നും ഇത് കാണുന്നില്ല എന്നുള്ളതാണ്. വഴിയാത്രക്കാർക്ക് സഞ്ചരിക്കേണ്ട വഴിയാണ്. അവിടെ പ്രകടനങ്ങൾ കഴിഞ്ഞതിന് ശേഷം നിരത്തി വെച്ചിരിക്കുന്ന ഈ കുപ്പികളൊന്ന് നിങ്ങൾ കണ്ടു നോക്കണം. ഇതാണോ ശുചിത്വ നഗരം എന്നൊക്കെ പറയുന്നത്? അതും പ്ലാസ്റ്റിക് കുപ്പികളാണ് അത്രയും വെച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിക് കുപ്പികളും പ്ലാസ്റ്റിക് കവറുകളുമാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത്തരക്കാരെ ഒന്നുകിൽ പ്രകടനങ്ങൾ നടത്തുന്നവർക്ക് ഇതിനെതിരെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുന്നവർ അതിന് വേണ്ടിയിട്ടുള്ളത് പറയണം. അതല്ലാതെ വഴിയാത്രക്കാർ സഞ്ചരിക്കുന്നവരെ വിളിച്ചു നിർത്തി ഏതാണെന്ന് ചോദിക്കുന്നതിനേക്കാൾ ഇവിടെ നിൽക്കുന്നവർ ഉത്തരവാദിത്വത്തോടു കൂടി കാണിക്കേണ്ടത് ഈ കളഞ്ഞിട്ട് പോകുന്നത് ഒന്നുകിൽ അവരെ കൊണ്ട് തന്നെ ഇത് എടുപ്പിക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക, ഇല്ലെങ്കിൽ സമരക്കാരെ ഇവിടെ സമരത്തിന് അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം വഴിയാത്രക്കാർക്ക് നടക്കേണ്ടതാണ്. ഇന്ന് രാവിലെയും കൂടെ ഇവിടെ ഒരു അപകടം നടന്നതാണ്. റോഡ് ക്രോസ് ചെയ്ത ഒരു വീട്ടമ്മ ദാരുണമായിട്ട് മരിക്കാനൊരു ഇടയായി. അതായത് ബസ്സിൽ ക്രോസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് വെച്ചിട്ട് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അപ്പോൾ ഇത്തരത്തിലുള്ള ആക്സിഡൻറ്റുകളും ഉണ്ടാകുന്നത് ഇതുകൊണ്ടെന്നല്ല, എന്നാലും ഇത് നമ്മുടെ നഗരത്തിന്, അതായത് നമ്മുടെ ചുറ്റുപാടിന് ഹാനികരമാകുന്നതാണ് ഈ പ്ലാസ്റ്റിക്കുകളെല്ലാം തന്നെ. അപ്പോൾ ഇത്തരക്കാരെ ഇതിനെതിരെ എന്തെങ്കിലും ഒരു നടപടി സർക്കാരിന് സ്വീകരിക്കാൻ സാധിക്കുമെങ്കിൽ അത്രയും നല്ലത്.